നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു ചിത്രമാണ് CR മഹേഷ് രാഹുൽ മാങ്കൂട്ടം കൂടിക്കാഴ്ച. CR മഹേഷിൻ്റെ ഫേസ്ബുക്ക് പേജിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും പരസ്പരം പ്രശംസിച്ചുകൊണ്ട് അവർ പോസ്റ്റിട്ടതാണ്. മഹേഷും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതാണ്. ഇത് സംബന്ധിച്ച ചർച്ചകളിൽ എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ഉയർന്നു വരാം. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാണ് എന്ന് ആലോചിച്ച് കോൺഗ്രസിൽ വലിയ തോതിലുള്ള കൂലങ്കുഷമായ ചർച്ചകൾ നടക്കുകയാണ്. ഒരു വിഭാഗം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ കൊണ്ടുവരുന്നു, മറ്റൊരു വിഭാഗം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്നു, മറ്റൊരാൾ ഒരു കൂട്ടം VD സതീശനെ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ തുടർച്ചയായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ഇങ്ങനെ വലിയ ചർച്ച സമാന്തര ലോകത്ത് നടക്കുകയാണ്. സമാന്തര ലോകം എന്ന് പറയാൻ കാരണം തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. May 4 റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രിയായി ചർച്ചകൾ നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ അതിനുള്ള ലോബിയിങ്ങിൻ്റെ ഭാഗമാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ള ചർച്ചകളാണ് നടന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം, ഷാഫി തുടങ്ങി വലിയ വിഭാഗം KCക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ MLA ആകാൻ ഇടയുള്ള സ്ഥാനാർത്ഥികളിൽ നടത്തുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അനുകൂല നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നടത്തുകയാണ് എന്നൊക്കെയാണ് ഒരു വിഭാഗം ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം കേരളത്തിലിപ്പോൾ ഒരാൾ മാത്രമല്ല 3 പേർക്ക് വേണ്ടി വലിയ ക്യാമ്പയിനുകൾ നടത്തുകയാണ്. പല രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ്. May 4 റിസൾട്ട് വരാനിരിക്കും മുമ്പ് കോൺഗ്രസിൽ പരിഹാസ്യമായൊരവസ്ഥ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ്, ഏതൊക്കെ മട്ടിലാണ്, എന്താണ് ഈ 3 പേരുടെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. കേൾക്കാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന രസകരമായ സമാന്തര ലോകത്തിലെ ചർച്ചകൾ, നിരവധി തമാശകൾ ബാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ തുടങ്ങണം. സ്വാഭാവികമായ ചോയ്സ് ആണല്ലോ പ്രതിപക്ഷ നേതാവ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമോ, അല്ലെങ്കിൽ ഈ അധികാരത്തിൽ കോൺഗ്രസ് വന്നാൽ അതിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാകുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കാൻ നമുക്ക് തോന്നുക. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ 5 വർഷം എടുത്ത പണിയുടെ തുടർച്ചയായ റിസൾട്ടാണെന്നാണ് നമുക്ക് പറയാം. കേവലം അങ്ങനെ അല്ല എന്നിരിക്കെ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കൂടിയുണ്ടല്ലോ. 5 കൊല്ലം മാത്രം പണിയെടുത്തുകൊണ്ട് ഒരു സംഘത്തിന് ഭരണത്തിലേറാൻ കഴിയില്ല. ഭരണത്തിലേറിയാൽ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണ എന്തൊക്കെയാണ്? ഇപ്പോൾ മുഖ്യധാര ചാനലുകളിൽ, ചാനൽ അവതാരകരിൽ ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെയുള്ള ചാനലുകളുടെ മുഖ്യധാര ചർച്ചകളിൽ നിരന്തരം ഇടം പിടിച്ച ഒരാളാണ് VD സതീശൻ. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ വരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും ഒടുവിൽ മധ്യ കേരളത്തിൽ പറവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ UDF ജയിക്കും, VD സതീശൻ നയിക്കും എന്നുള്ള വലിയ ഹോൾഡിങ്ങുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉണ്ടാക്കിയതുപോലെയുള്ള വലിയ ഹോൾഡിങ്സുകൾ, അത്ര എക്സ്പെൻസീവായ വലിയ ഹോൾഡിങ്ങുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് രസകരമായ കാര്യം. അദ്ദേഹം പരസ്യമായി അതിന് പ്രതികരിച്ചിട്ടില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ അനുകൂല ചാനലുകൾ, അദ്ദേഹം അതിനൊന്നും നിൽക്കുന്ന ആളല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് എന്നുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെ ശ്രമിക്കുന്നുമുണ്ട്. അദ്ദേഹം ഭയങ്കര മാന്യനാണ്, അതിനൊന്നും നിൽക്കുന്ന ആളല്ല എന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. KC വേണുഗോപാൽ വേണ്ടിയും K സുധാകരൻ അടക്കമുള്ള ആളുടെ പോസ്റ്റിൻ്റെ താഴെ അടക്കം നടക്കുന്ന പ്രചരണങ്ങളിൽ, വലിയ തോതിൽ എതിർ പ്രചരണങ്ങളിൽ VD സതീശൻ ക്യാമ്പ്, സൈബർ വിങ് ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ എക്സ്പെൻസീവായ പരിപാടിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പ്രചരണത്തിന് വേണ്ടി വലിയ PR സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി VD സതീശൻ്റെ വേണ്ടി ഇനി അദ്ദേഹം ഈ അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനിടയുള്ളത് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെയുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം ആൻറ്റി പിണറായി ക്യാമ്പയിന് നേതൃത്വം കൊടുത്ത സംഘം ഒന്നാകെയുണ്ട്. അതിൽ ചില ഭിന്നിപ്പുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. അതായത് സംഘപരിവാർ ലൈനിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളടക്കം VD സതീശനൊപ്പം കണ്ണും പൂട്ടി അണിനിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ അത്തരം ചില ആളുകളിൽ വിടവുകൾ ഉണ്ടാകുന്നു, ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ 1-2 ദിവസത്തെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനം. അതിൽ പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് VD സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം അതിനു മുമ്പ് ഇത്തരം ക്യാമ്പയിനുകൾക്ക് വേണ്ടി ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കൂട്ടരെടുത്ത് പോയി ആ കൂട്ടർക്കൊപ്പം നിന്ന് മറ്റൊരു കൂട്ടരെ കുറ്റം പറയുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സമീപനമാണ് VD സതീശൻ എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ഒരു സമീപനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു ഇസ്ലാമിക സംഘടനയുടെ പരിപാടിയിൽ പോയിട്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ച ശാസ്ത്രമല്ല, ആദ്യം കണ്ടുപിടിച്ചത് ഖുറാനാണ് എന്ന് പറഞ്ഞൊരു പ്രസംഗം ഇപ്പോൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശാസ്ത്രീയമായ കാര്യങ്ങൾ പോലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സയൻസൊക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത്, തെളിയിച്ചത്. സയൻസ് എല്ലാം പിന്നീട് തെളിയിച്ച കാര്യങ്ങൾ.
നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അശാസ്ത്രീയമായി കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വാദം വരുന്നുണ്ട്. ഒപ്പം മതാത്മകമായും കാര്യങ്ങൾ ചിന്തിക്കുന്നു. സതീശനെ പ്രതിക്കൂട്ടിലാക്കും മട്ടിലേക്ക് ഒരു വിഭാഗം ഇത്ര കാലം ഒരുമിച്ച് നിന്ന ആളുകൾ മാറുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. അദ്ദേഹം മീഡിയ വണ്ണിൽ അടക്കം അദ്ദേഹത്തിന് അകമഴിഞ്ഞ് പിന്തുണ നൽകുന്നു. ജമായത്തെ ഇസ്ലാമിയാണ് അദ്ദേഹത്തെ നയിക്കുന്നത് എന്നുള്ള ആഖ്യാനമടക്കം വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയാണെങ്കിൽ അത്തരമൊരു വിശകലനങ്ങളുടെ തുടർച്ചയായി വരാനിടയുള്ള ഒരു വിമർശനം VD സതീശനെതിരെയാണ്. എന്താ, ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടു നടന്നതുകൊണ്ട് മുസ്ലിം വിഭാഗങ്ങളിൽ ഭിന്നിപ്പുണ്ടായി എന്നുള്ളതാണ്. AP സുന്നികളടക്കമുള്ള മറ്റെല്ലാ സംഘടനകളും എതിരായി നിന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ഉള്ളൊരു ആഖ്യാനത്തിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പിന്തുണക്കാൻ വരുന്ന ഈ മീഡിയ ചർച്ചാകാരന്മാരാണ് പ്രധാനം. അത് KC ഉമേഷ് ബാബു മുതൽ ജോസഫ് സി മാത്യുവും ഡോക്ടർ ആസാദും പ്രമോദ് പുഴങ്കരയും റെജിമോൻ കുട്ടപ്പനും അങ്ങനെ വലിയൊരു നിര സതീശനൊപ്പം ഉണ്ട്. അദ്ദേഹം ഇനി ഇലക്ഷൻ റിസൾട്ട് വരുമ്പം അതിനൊപ്പം നിൽക്കാൻ, കൂട്ടമായി നിൽക്കാനുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഈ തരത്തിൽ ഉള്ള ആഖ്യാനങ്ങൾ അത് CPM-നെ ശരിപ്പെടുത്താൻ VD സതീശനെ പോലെ ഒരാൾ വരണം എന്നുള്ള ആഖ്യാനങ്ങളാണ് അവിടെ പ്രധാനമായി വരുന്നത്. ഇതാണ് സതീശനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് നമ്മൾ കരുതുന്ന മുഖ്യധാര മുഴുവൻ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും, ഇനിയും അണിനിരക്കും എന്നുള്ളതാണ് അതിലൊരു കാര്യം. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് അവർക്ക് കൂടി ബലം നൽകാനാണ് സതീശൻ ഭയങ്കര പുസ്തക വായനക്കാരനാണ്. അദ്ദേഹം തന്നെ അതിനൊപ്പം നിൽക്കും. അത്തരത്തിലുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ പുസ്തകം പിടിച്ച് വായിക്കുന്നത് അടക്കമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടക്കുകയാണ്. അദ്ദേഹം ഭയങ്കര വായനക്കാരനാണെന്നുള്ള ക്യാമ്പയിൻ. രണ്ടാമത്തേത് നിലവിൽ മുൻ പ്രതിപക്ഷ നേതാവാണ്. ഈ സതീശനിൽ നമ്മൾ തുടങ്ങുന്നത് നിലവിലെ ആളുകളുടെ ഈ MLA-മാർ എന്നുള്ള നിലയിലാണ്, മത്സരിച്ചവർ കൂടിയാണ്. VD സതീശൻ്റെ പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ്, ഒരുപക്ഷെ സതീശനേക്കാൾ സീനിയർ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയാണ് രണ്ടാമതായി നമ്മുടെ മുമ്പിലുള്ളത്. രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറത്ത് വളരെ സൗമ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രളയകാലത്തടക്കം കേരളം നേരിട്ട വലിയ പ്രതിസന്ധികളിലൊക്കെ രാഷ്ട്രീയം നോക്കാതെ, സർക്കാർ പ്രതിപക്ഷം എന്ന് നോക്കാതെ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ ഒപ്പം നിന്ന ഒരു ക്ലീൻ ഇമേജ് അദ്ദേഹത്തെ ഈ കാര്യത്തിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സ്ഥാപിക്കുന്ന ഒരു ആംഗിള് ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം ചെന്നിത്തലയുടെ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായതിനപ്പുറത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ഇതുപോലെ തന്നെ സമാനമായ നിലയിൽ തെരഞ്ഞെടുപ്പ് 2016-21 കാലത്ത് പ്രതിപക്ഷ നേതാവ് പ്രവർത്തനത്തിന് ശേഷം വന്ന സമയത്ത് 2021 അദ്ദേഹം മുഖ്യമന്ത്രിയാകും, പേഴ്സണൽ സ്റ്റാഫിനെ വരെ റെഡിയാക്കി എന്നുള്ള മട്ടിൽ വലിയ തോതിൽ വാർത്തകളും പ്രചരണങ്ങളും ഒക്കെ നടന്നതാണ്. അപ്പോൾ ആ അനുഭവം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് കൂടിയാണോ എന്നറിയില്ല. അദ്ദേഹം കുറച്ച് മെല്ലെയാണ് ആദ്യം പോയത്. പക്ഷേ ഇപ്പോൾ സജീവമായിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ അബദ്ധത്തിലാവുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് സജീവമായി രംഗത്തിറങ്ങി. അതിൽ ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹത്തിന് വേണ്ടി ഇറക്കിയ പാട്ടുകളാണ്. പുഷ്പനെ അറിയാമോ എന്ന ഒരു DYFയുടെ പുഷ്പനെ പ്രശംസിച്ചുകൊണ്ടുള്ള പാട്ടിൻ്റെ പാരഡി എന്ന നിലയിലാണ് രമേശ് ചെന്നിത്തലയെ കുറിച്ചുള്ള പാട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാന ചർച്ചയായി മാറിയ ഒരു കേന്ദ്ര ബിന്ദു. ആ പാട്ടിൻ്റെ ഒരു 4 വരി നമുക്ക് കേൾക്കാം. രമേശ് ജിയെ അറിയാമോ, ഞങ്ങളുടെ രമേശ് ജിയെ അറിയാമോ, നേതാവിനെ അറിയാമോ, ആരണഗാഥ അറിയാമോ, മണിമല ആറ്റിനുമറിയാം, വേമ്പനാട് കാറ്റിനുമറിയാം, തണ്ടൊടിഞ്ഞിട്ടും വാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. ഇതാണ് ചെന്നിത്തല കരുതി വെച്ചിരിക്കുന്ന പാട്ട്. ഇത് നേരത്തെ തന്നെ അവർ റിലീസാക്കി. മെയ് 4-ന് ശേഷം ഇത് നിൽക്കില്ലോ എന്ന് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും അങ്ങനെയാണ് സംഭവം. മുമ്പ് അദ്ദേഹം ഒരു ടെലിഫോൺ സംഭാഷണം കോവിഡ് കാലത്ത് നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് ചോർത്തി പുറത്ത് ഇറക്കി ഒരു PR ബിൽഡിംഗ് നടത്താൻ ശ്രമിച്ചത് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളുമായി സംസാരിച്ചു കൊടുക്കും. ചെന്നിത്തലയ്ക്ക് ഉസ്മാൻ എന്ന ഇരട്ടപ്പേര് വീണതാണ് ബാക്കിയുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സീനിയോറിറ്റി, ദേശീയ തലത്തിലെ പ്രവർത്തന പരിചയം, അന്താരാഷ്ട്ര രംഗത്തെ മികവ് പല രീതിയിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കുന്നുണ്ട്. VD സതീശനുമായി താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ ഒരുപടി മുകളിൽ നിൽക്കുന്ന ആൾ ചെന്നിത്തല എന്ന മട്ടിലാണ് ആഖ്യാനങ്ങൾ നടക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ആളാണ് പ്രധാനം. അത് നേരിട്ട് ഇവിടെ വന്നിറങ്ങാൻ സാധ്യതയുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ടെങ്കിലും MLA ആയി തിരഞ്ഞെടുക്കാൻ സാധ്യത നിലവിലില്ലാത്ത, മത്സരിക്കാത്ത ആൾ സാക്ഷാൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ ആരാധകർ പിണറായിയുമായിട്ടുള്ള താരതമ്യത്തിൽ ഉള്ള മികവ് പല രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊന്ന്, അദ്ദേഹം 2 വർഷം കേരളത്തിൽ ടൂറിസം ദേവസ്വം മന്ത്രിയായിരുന്നിട്ടുണ്ട്. പിണറായി വിജയനും പണ്ട് ആദ്യഘട്ടത്തിൽ അങ്ങനെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു പഴയ കാലമുണ്ട്. അത് കഴിഞ്ഞ് നേരെ മുഖ്യമന്ത്രിയാകാൻ വരികയാണ്. അങ്ങനെ ഒരു താരതമ്യം നടക്കുന്നുണ്ട്. ആ കാലത്ത് ചെയ്ത കാര്യങ്ങൾ
പിണറായി വിജയൻ വൈദ്യുതി സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇദ്ദേഹം ടൂറിസം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്തും ചെയ്ത കാര്യങ്ങൾ 2 കൊല്ലം കൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ മികവ് കാണിച്ചു എന്നുള്ളതാണ്. കെ സുധാകരൻ പറഞ്ഞ അതാണ്, കേരളത്തിന് ദീർഘദൃഷ്ടിയുള്ള മുഖ്യമന്ത്രി വേണം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അങ്ങനെ വലിയ തോതിലുള്ള പ്രതീക്ഷയുമായി കെ സി വേണുഗോപാലിൻ്റെ ഗ്യാങ് രംഗത്തുണ്ട്. അതിൽ അദ്ദേഹത്തിന് വേണ്ടി നടക്കുന്നൊരു കാര്യം ഡോക്യുമെൻ്ററി നിർമ്മാണം, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ദേശീയ തലത്തിൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം പുറത്തിറക്കാനുള്ള നീക്കം, ഇങ്ങനെ പല രീതിയിൽ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കെ സിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മീഡിയ ഒന്നാകെ, ഈ മുഖ്യധാര മീഡിയ ഒന്നാകെ നിലവിൽ അദ്ദേഹത്തിനെതിരാണ്. ഈ പറയുന്ന ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ വരെ അദ്ദേഹത്തിന് എതിരാണ്. അദ്ദേഹം കെട്ടിയിറക്കപ്പെടുന്ന ആളെന്നുള്ള ആഖ്യാനത്തിനാണ് മാധ്യമങ്ങൾ ഒന്നാകെ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ഒപ്പീനിയൻ മേക്കേഴ്സായ ചർച്ചാകാരന്മാരെല്ലാം അദ്ദേഹത്തിന് എതിരാണ്. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സാധ്യത എന്നതാണ് ഏറ്റവും പ്രധാനം. സുവർണ അവസരം അദ്ദേഹത്തിന് വരുന്നത് അങ്ങനെയാണ്. അതായത് നിലവിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റേതായി മത്സരിച്ച ആളുകളിൽ ഭൂരിഭാഗത്തിൻ്റെയും പിന്തുണ കെ സി വേണുഗോപാലിന് കിട്ടും. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വമാണ് ഉണ്ടായത്. രണ്ടാമത്തേത്, ജയിച്ചു വന്നാലും അതിൽ മികവുണ്ടാവും. രണ്ടാമതായി രമേശ് ചെന്നിത്തലയായിരിക്കും വരിക. വി ഡി സതീശന് അത്തരത്തിലുള്ള സാധ്യതകളൊന്നും നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ, കെ സി വേണുഗോപാൽ തന്നെയാണ് ഹൈക്കമാൻഡ്, ആ പിന്തുണ ലഭിക്കും. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളത് ഒരു സാഹചര്യമാണ്. അതേസമയം ഇപ്പുറത്ത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ജമായത്തെ ഇസ്ലാമി നറേറ്റീവ്, അദ്ദേഹത്തിൻ്റെ ഈ കാലമത്രയുമുള്ള സമീപനങ്ങൾ, രാഷ്ട്രീയ സമീപനം, ഈ വർഗീയ സംഘടനകളുള്ള സമീപനം ഒക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ വരുമ്പം അതിൽ കെ സി വേണുഗോപാൽ മറ്റൊരു രീതിയിൽ ഉയർന്നു നിൽക്കപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിൻ്റെ പ്രതീക്ഷ. അത് ജമായത്തെ ഇസ്ലാമി വിരുദ്ധ സംഘടനകളെല്ലാം കെ സിക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. സുന്നി സംഘടനകളടക്കമുള്ള എല്ലാ വിഭാഗവും ഒന്നിച്ച് നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യതയും അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. ആ മട്ടിൽ എല്ലാം ഓക്കെയാണ്. പക്ഷേ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ അദ്ദേഹം മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പിന്നീട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിന് ശേഷം MLA ആയി മത്സരിക്കണം. ഇരിക്കൂരിൽ സജീവ് ജോസഫിനെ നിർത്തിയിട്ട് ഇദ്ദേഹം പറഞ്ഞ എപ്പോഴെങ്കിലും രാജിവെക്കാൻ റെഡി ആയിട്ടാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെ അവസാനിക്കും? അദ്ദേഹം അവിടെ ജയിക്കും എന്ന് ഉറപ്പൊക്കെ പറയുന്നുണ്ട് ആളുകൾ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷനിലൂടെ 6 മാസത്തിനകം തിരഞ്ഞെടുത്താൽ മതിയല്ലോ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 6 മാസത്തിനകം തിരഞ്ഞെടുത്താൽ മതി. അതിനുള്ള നീക്കവും നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 3 പേരുടെ ഗ്യാങ്ങും അതിശക്തമായി രംഗത്തിറങ്ങുന്നുണ്ട് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മെയ് 4-ന് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് നിയമസഭയിൽ ഭൂരിപക്ഷം MLA-മാർ ആ പാർട്ടിക്കും മുന്നണിക്കും വേണം. അത് ആദ്യം ഉണ്ടാകണം. അതിനുശേഷം ഓരോ കക്ഷികളും പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കണം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ്. പൊതുവേ കോൺഗ്രസ്സിന് ഇങ്ങനൊരു പ്രതിസന്ധി നേരിടാറില്ല. കാരണം അവർക്ക് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഒരു നേതാവ് അവർക്ക് ഉണ്ടാകാറുണ്ട്. അത് പ്രഖ്യാപിച്ചിട്ടല്ലെങ്കിലും, അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പ് സ്വാഭാവികമായി അത് രമേശ് ചെന്നിത്തല വരുന്നുണ്ട്. അവിടെ ഉമ്മൻചാണ്ടി ഉണ്ട് എങ്കിലും അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ട്. അതിനു മുമ്പ് ഓരോ ഘട്ടത്തിൽ AK ആൻ്റണിയെ പോലുള്ള, K കരുണാകരനെ പോലുള്ള ആളുകൾ അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അത് മൗനമായി ആളുകളിലേക്ക് നറേറ്റീവ് ചെയ്യപ്പെടും ആളുകളുടെ മുമ്പിൽ. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നേതാവ് എന്നുള്ളതിൽ പ്രതിപക്ഷ നേതാവ് മത്സരിച്ചു എങ്കിലും അതങ്ങ് അത്ര മുഖ്യമന്ത്രി ആകാനുള്ള ആളുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് നമ്മൾ പോയത്. ഇല്ലെങ്കിൽ ഏകപക്ഷീയമായി പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. താരതമ്യത്തിൽ മറ്റുള്ളവരെക്കാൾ മികച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലവിലുള്ളത് കൊണ്ടുകൂടിയാകാം അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടത്. ഇതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും മെയ് 4-ന് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുക. ഇതിപ്പോൾ സ്വയം തീരുമാനിക്കുക എന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചർച്ച നടക്കുന്നത് എന്നാണ് മറ്റൊരു കാര്യം. ഒന്നാമത്തേത് പറയുന്നത് ഭരണത്തിൽ വരിക എന്നുള്ളത് യുക്തിസഹമായി സമർത്ഥിക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസം 100 സീറ്റിന് മേലെ കിട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഒരു തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങളിലോ ഒന്നും നടക്കുന്നില്ല. നിരന്തരമായ കൊട്ടക്കണക്കിന് സീറ്റ് എന്നുള്ള വാഗ്ദാനം, ഒരു അവകാശവാദം മാത്രമാണ് നടക്കുന്നത്. അതെങ്ങനെ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വരുമ്പോൾ നിരാശ പ്രവർത്തകർക്കും അനുകൂലികൾക്കും സമ്മാനിക്കും എന്നുള്ള ആശങ്കയിലാണ് ഇത്തരം ചർച്ചകളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. മറ്റൊന്ന്, ഇതിന് ഈ കാലത്ത് മാക്സിമം പിരിവ് നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചർച്ചകളിൽ വരുന്നൊരു നിരീക്ഷണം. അതായത് ഭരണത്തിൽ വരാൻ പോകുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ച് വ്യാപകമായി പിരിവുകൾ നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഞാൻ അതിനെ ആരോഗ്യമന്ത്രിയാവും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഏതോ സ്വകാര്യ ആശുപത്രികളുടെ മാനേജ്മെൻ്റ് അടുത്തൊക്കെ പൈസ പിരിക്കാൻ പോയി എന്നുള്ളതാണ്. അമ്മാതിരി പിരിവാണ് നടക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. മൂന്നാമത്തേത് യഥാർത്ഥ ഉദ്ദേശം, ആരാധകരുടെ അമിതമായ ആരാധനയും അവരുടെ ആഹ്ലാദവും പ്രകടിപ്പിക്കാൻ അവർക്ക് കിട്ടിയ അവസരം, അവരുടെ പിന്തുണ അറിയിക്കാൻ കിട്ടിയ അവസരം,
അധികാരത്തിലേറും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളും കോൺഗ്രസ്സുകാരായ അധികാരത്തിലേക്ക് സ്വന്തം പാർട്ടിയെ കൊണ്ടുവരാൻ ആകാംക്ഷയോടെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ശ്രമം, അങ്ങനെ 3 തരത്തിൽ വിലയിരുത്തപ്പെടുന്നും ഉണ്ട്. ഇനി എന്തായാലും ഒരു വസ്തുതയുണ്ട്, ഈ മെയ് 4 കഴിഞ്ഞിട്ട് ഈ അധികാരത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ. എത്തിയാലായിക്കോട്ടെ, ഇനി എത്തിയില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും എന്നെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആശങ്ക. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.